ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലോ? ഇത് നിങ്ങൾ എവിടെ നിന്നെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വേറെ എങ്ങൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ മമ്മി ഉണ്ടാക്കി മാത്രമേ ഞാനത് കഴിച്ചിട്ടുള്ളൂ. എൻ്റെ മമ്മിയുടെ അമ്മയുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായൊരു പാനിലിട്ട് ഇങ്ങനെ മത്തിയെല്ലാം കൂടെ നിരത്തി വയ്ക്കുക. പിന്നെ അതിൻ്റെ മുകളിലിട്ട് കുറച്ച് കറിവേപ്പില, തേങ്ങ ചിരകിയത്, പിന്നെ വാളംപുളി, ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള വാളംപുളി, ഇഞ്ചി കുറച്ച് കൂടുതൽ ചേർക്കണേ, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, കുറച്ച് കുരുമുളക്, മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ, ഇനി ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ എടുക്കണം. അപ്പോൾ മസാല അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം നിരത്തി വെച്ചിരുന്ന മത്തിയുടെ മുകളിലേക്ക് എല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്, കാരണം നന്നായിട്ട് മസാല പിടിക്കാനും മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനും കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നതാണ് എനിക്കിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് സ്റ്റൗ ഓൺ ചെയ്ത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം പറ്റി പോകണ്ട, അത്യാവശ്യം കുറുകി ഒരു ചെറിയ നല്ല ഗ്രേവിയോട് കൂടി വേണം ഓഫ് ചെയ്യാൻ. ഇനി ഓഫ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിന് മുകളിൽ കറിവേപ്പില തൂകുക. പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണ ആയിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇവിടെ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നല്ല പുഴുങ്ങിയ കപ്പയുടെയും ചോറിൻ്റെയും കൂടെ ചൂടോടുകൂടി കഴിക്കാം. നല്ല ടേസ്റ്റുള്ള കറിയാണ്, ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.